ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് PSC മത്സര പരീക്ഷകളിൽ ബയോളജി എന്ന് പറഞ്ഞ വിഷയത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് 1 മാർക്ക് ലഭിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് രോഗങ്ങളും രോഗകാരികളും. അപ്പോൾ നമുക്കതിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഈ രോഗങ്ങളും രോഗകാരികളും എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ബാക്ടീരിയ രോഗങ്ങളാണ്. ഈ ബാക്ടീരിയ രോഗങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പം ന്യൂസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഷിഗല്ല രോഗം എന്ന് പറയുന്നത്. ഈ ഷിഗല്ല രോഗം പരത്തുന്ന രോഗകാരിയെ പറ്റി താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, അപ്പം നമുക്കിനി ബാക്ടീരിയ രോഗങ്ങൾ. ഇപ്പം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ബാക്ടീരിയ രോഗങ്ങളാണ്. ഇനി പിന്നീടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ വൈറസ് രോഗങ്ങളും അതുപോലെ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പ്, പിന്നെ ചികിത്സാ രീതികളെ പറ്റിയൊക്കെ നമുക്ക് പതിയെ പഠിക്കാം. ഇപ്പം നമ്മൾ ബാക്ടീരിയ രോഗങ്ങളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ബാക്ടീരിയ ഡിസീസ് ആണ് ഒന്നാമത്തെ എലിപ്പനി. എലിപ്പനി നമുക്കറിയാം എന്താണ്, അത് പരത്തുന്ന രോഗകാരി ആണ് ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്നത്. അപ്പോൾ ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ ആണ് ഈ ഒരു എലിപ്പനി എന്ന് പറയുന്നത് പരത്തുന്നത്. ഓക്കെ, ഇനി എലിപ്പനിനെ നമുക്ക് വീൽസ് ഡിസീസ് എന്നും ബ്ലാക്ക് ജോണ്ടിസ് അതുപോലെ തന്നെ 7 ഡേ ഫീവർ എന്നും ഇതറിയപ്പെടുന്നുണ്ട്. ഈ വീൽസ് ഡിസീസ് എന്ന് പറയുന്നത് എലിപ്പനി അത്ര സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടല്ലോ, അതിനാണ് വീൽസ് ഡിസീസ് എന്ന് പറയും. ഇനി ബ്ലാക്ക് ജോണ്ടിസ് എന്ന് പറയുന്നത് അതിന്റെ പ്രാരംഭഘട്ടം, അതായത് പ്രിലിമിനറി സ്റ്റേജ് ആണ് ഈ ഒരു ബ്ലാക്ക് ജോണ്ടിസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അതൊന്നും അത്ര വീൽസ് ഡിസീസും അതുപോലെ തന്നെ ബ്ലാക്ക് ജോണ്ടിസിന് പറ്റി ഓർത്ത് വയ്ക്കാം. അതുപോലെ തന്നെ 7 ഡേ ഫീവർ മറ്റു പേരുകളും ഓർത്ത് വയ്ക്കാം. മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് എലിപ്പനി പരത്തുന്ന ബാക്ടീരിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ലെപ്റ്റോസ്പൈറ ആണെന്ന് ഓർത്തിരിക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ബാക്ടീരിയ ഡിസീസ് ആണ് ക്ഷയം എന്ന് പറയുന്നത്. ഈ ക്ഷയത്തിന്റെ രോഗകാരി ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ് ആണ്. അപ്പോൾ മൈക്കോബാക്ടീരിയം എന്ന് ഓർത്ത് വെച്ചാൽ മതി. ട്യൂബർക്യുലോസിസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് ട്യൂബർക്യുലോസിസ് ഡിസീസ് ആണ് അതെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ് ആണ് ക്ഷയം എന്ന് പറഞ്ഞ രോഗത്തിന് കാരണം. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. അതുപോലെ വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടും. ഈ ക്ഷയത്തിനെതിരെയുള്ള പ്രതിരോധ വാക്സിനാണ് BCG എന്ന് പറയുന്നത്. ഇനി ക്ഷയരോഗത്തിനെതിരെയുള്ള ചികിത്സാ രീതിയാണ് ഡോട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ മൾട്ടി ഡ്രഗ് തെറാപ്പി എന്നും പറയാറുണ്ട് കേട്ടോ, ഈ ഡോട്ട്സിന്. ഇനി വായുവിലൂടെയാണ് ഇത് പകരുന്നത്. അതുപോലെ തന്നെ ഇത് ശ്വാസകോശത്തിനെയാണ് മെയിൻ ആയിട്ട് ഇത് ബാധിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു ബാക്ടീരിയ ഡിസീസ് ആണ് കുഷ്ഠം എന്ന് പറയുന്നത്. നമുക്ക് കുഷ്ഠം കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അത് പരത്തുന്ന ബാക്ടീരിയ ആണ് എന്തെന്ന് പറയുന്നത്? മൈക്കോബാക്ടീരിയം ലെപ്രെ എന്ന് പറയുന്നത്. സമ്പർക്കത്തിലൂടെയാണ് ഇത് കൂടുതലായും പകരുന്നത്. അതുപോലെ തന്നെ ഇത് സ്കിന്നിനെയും നെർവ്സിനെയും ബാധിക്കുന്നു. ഹാൻസൻസ് ഡിസീസ്, ചിലപ്പോൾ കുഷ്ഠം എന്നായിരിക്കില്ല കൊടുക്കുക. ഹാൻസൻസ് ഡിസീസസ് എന്ന് പറയുന്ന ഡിസീസ് ഏതാണെന്ന് ഓപ്ഷനിൽ നിന്ന് എടുത്ത് എഴുതാനായിട്ട് ചോദിക്കും. അപ്പൊ അതേതാണ്? കുഷ്ഠരോഗമാണ് കേട്ടോ, കുഷ്ഠമാണ്. അപ്പൊ അല്ലെങ്കിൽ ഹാൻസൻസ് ഡിസീസ് പരത്തുന്ന ബാക്ടീരിയ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഹാൻസൻസ് എന്താണെന്ന് അറിഞ്ഞാലാണ് നമുക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഹാൻസൻസ് ഡിസീസ് എന്നറിയപ്പെടുന്നതും കുഷ്ഠമാണ്. ഈ കുഷ്ഠം പരത്തുന്ന ബാക്ടീരിയ ഏതാണ്? മൈക്കോബാക്ടീരിയം ലെപ്രെ ആണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്തതിലേക്ക് പോവാം. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോളറയാണ്. കോളറ എന്ന് പറയുമ്പോൾ ജലത്തിലൂടെയാണ് ഇത് പകരുന്നത്. റിവറൈൻ ഡിസീസ് എന്നത് അറിയപ്പെടുന്നുണ്ട്. റിവറൈൻ എന്ന് പറയുമ്പോൾ തന്നെ റിവറായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. റിവറിൽ എന്തുണ്ട്? വെള്ളമുണ്ട്. അപ്പൊ ജലത്തിലൂടെ പകരുന്നു നമുക്ക് പറയാം. ബ്ലൂ ഡെത്ത്, എഗെയിൻ നമുക്കൊരു കണക്ഷൻ ഉണ്ട്. ബ്ലൂ ഡെത്ത് എന്ന് നോക്കുമ്പോൾ നമുക്ക് റിവറിനെയും അല്ലെങ്കിൽ ജലസ്രോതസ് നമ്മളൊക്കെ പറയുമ്പോൾ നീലയായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുക. അപ്പൊ ബ്ലൂ ഡെത്ത് എന്ന് പറയുമ്പോൾ കോളറയുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തു വെക്കാം. ഇനി കോളറ വരാനുള്ള അതിനെ പരത്തുന്ന കോസറ്റീവ് ഓർഗാനിസം ഏതാണ്? വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. വിബ്രിയോ കോളറയാണ് കോളറയ്ക്ക് കാരണമാക്കുന്നത്. ഇനി അടുത്തതായിട്ട് പറയുമ്പോൾ ആന്ത്രാക്സിനെ പറ്റിയിട്ടാണ്. ആന്ത്രാക്സ് എന്നും വുൾസോട്ടേഴ്സ് ഡിസീസ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിന്റെ രോഗകാരി ബാസിലസ് ആന്ത്രോസിസ് ആണ്. വായു അതുപോലെ തന്നെ സമ്പർക്കം വഴിയൊക്കെ ഇത് പകരുന്നുണ്ട്. ലിംഫ് ഗ്രന്ഥിനെയും അതുപോലെ തന്നെ സ്പ്ലീഹേനെയുമാണ് സ്പ്ലീൻ അഥവാ പ്ലീഹ എന്ന് പറയും. ഇവയാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത്. പ്ലേഗ് എന്ന് പറയുമ്പോൾ അത് യെർസീനിയ പെസ്റ്റിസ് എന്ന് പറയുന്നതാണ് അതിന്റെ രോഗകാരി എന്ന് പറയുന്നത്. ഇതിനെ കറുത്ത മരണം എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ പഠിച്ചു
ബ്ലൂ ഡെത്ത് എന്ന് പറയുന്നത് കോളറയാണ്. അതുപോലെ വൈറ്റ് പ്ലേഗ് എന്ന് പറയുന്നത് എന്തായിരുന്നു? വെളുത്ത പ്ലേഗ് എന്ന് പറയുന്നത് ട്യൂബർക്കുലോസിസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് കറുത്ത മരണം എന്ന് പറയുന്നത് ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നത് പ്ലേഗ് ആണ്. അതുപോലെ എലിയുടെയൊക്കെ ഉള്ള ചെള്ളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നാണ് ഇത് വരുന്നത്. ഓക്കെ, പ്ലേഗ് എന്ന് പറയുമ്പോൾ അതിന്റെ ബാക്ടീരിയ ഏതാണ്? യെർസീനിയ പെസ്റ്റിസ് ആണ്. യെർസീനിയ പെസ്റ്റിസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടെറ്റനസ് ആണ്. ടെറ്റനസ് എന്ന് പറയുമ്പോൾ അതിന്റെ രോഗകാരി ക്ലോസ്ട്രീഡിയം ടെറ്റനിയാണ്. ഇത് മുറിവിലൂടെയാണ് പകരുന്നത്. വില്ലൻ ചുമ എന്ന് പറയുമ്പോൾ അതിന്റെ രോഗകാരിയുടെ പേരാണ് ബോർഡറ്റെല്ല പെർട്യൂസിസ് എന്നാണ്. ഇതിനെ പെർട്യൂസിസ് ഡിസീസ് എന്ന് അറിയപ്പെടും കേട്ടോ. ഏതിനെ? വില്ലൻ ചുമേനെ. ഇത് വായുവിലൂടെയാണ് പകരുന്നത്. അപ്പൊ ചുമയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തുവാല കൊണ്ടൊക്കെ വാ പൊത്തിയിട്ട് വേണം ചുമയ്ക്കാൻ. അല്ലെങ്കിൽ അങ്ങനത്തെ ചുമയൊക്കെ ഉള്ളത് പെട്ടെന്ന് വായുവിലൂടെ പകരും. അപ്പൊ അത് ശ്രദ്ധിക്കണം. വില്ലൻ ചുമ എന്ന് പറയുമ്പോൾ അതിന്റെ രോഗകാരി എന്ന് പറയുന്നത് ബോർഡറ്റെല്ല പെർട്യൂസിസ്. ഇതിനെ പെർട്യൂസിസ് ഡിസീസ് എന്നും പറയപ്പെടുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ടൈഫോയിഡ് ആണ്. ടൈഫോയിഡ് പരത്തുന്ന ബാക്ടീരിയ ആണ് സാൽമണല ടൈഫി എന്ന് പറയുന്നത്. ഇതിനെ സന്നിപാത ജ്വരം എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ എൻഡിക് ഫീവർ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ഡിഫ്തീരിയ എന്ന് പറയുന്നത് തൊണ്ടമുള്ളു എന്നൊക്കെ പറയുന്നതാണ്. അതിന്റെ കോസറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസം ആണ് കൊറൈൻ ബാക്ടീരിയ ഡിഫ്തീരിയ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ബാക്ടീരിയയുടെ പേരെന്താണ്? കൊറൈൻ ബാക്ടീരിയ ഡിഫ്തീരിയ എന്നാണ് കേട്ടോ. ഇനി അടുത്ത ബാക്ടീരിയൽ ഡിസീസ് ആണ് സീഫിലിസ് എന്ന് പറയുന്നത്. സീഫിലിസ് എന്ന് പറയുന്നത് ലൈംഗിക ബന്ധം പകരുന്ന ഒരു ഡിസീസാണ് സീഫിലിസ് എന്ന് പറയുന്നത്. ജനനേന്ദ്രിയത്തിനൊക്കെ ബാധിക്കുന്നതാണ്. അപ്പൊ ഇത് പരത്തുന്ന കോസറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് പരത്തുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് ട്രിപ്പോണിമ പലീഡിയം ആണ്. തൊണ്ടക്കാറൽ എന്ന് പറയുമ്പോൾ നമ്മൾ തൊണ്ടയിൽ കാറൽ വരുമ്പോൾ എന്ത് കഴിക്കും? സ്ട്രെപ്സിൽസ് കഴിക്കും. ഓക്കെ, അപ്പൊ സ്ട്രെപ്സിൽസിന് തന്നെ ഓർത്ത് വയ്ക്കുക, സ്ട്രെപ്റ്റോകോക്കസ് ആണ് അതിന്റെ ബാക്ടീരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഗൊണേറിയ എന്ന് പറയുമ്പോൾ അതിന്റെ ബാക്ടീരിയയുടെ പേര് നിസേറിയ കോക്കസ് ആണ് കേട്ടോ. നിസേറിയ കോക്കസ്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ്, ബാക്ടീരിയൽ ഡിസീസിലെ ലാസ്റ്റ് വൺ ആണ് ഭക്ഷ്യവിഷബാധ എന്ന് പറയുന്നത്. അതില് സാൽമണല, പിന്നെ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം, ഇതാണ് അതിന്റെ പകർത്തുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത്. ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് സാൽമണലും അതുപോലെ തന്നെ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനമാണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് ബാക്ടീരിയ രോഗങ്ങളെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ വരും വീഡിയോസിലൊക്കെ വൈറസ് ഡിസീസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ അതുപോലെ ഇതിന്റെ ചികിത്സ രീതികൾ നമ്മൾ ട്യൂബർക്കുലോസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോട്ട് ചികിത്സയൊക്കെ. അപ്പൊ അതുപോലെ ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡിസീസസിന്റെ ടെസ്റ്റും കാര്യങ്ങളും പിന്നെ കുത്തിവെപ്പും അതിനൊക്കെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ ഇത്രയാണ് ബാക്ടീരിയൽ ഡിസീസസിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.